എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്, ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽനസ് പ്രൊമോട്ടർ. ഇന്ന് നമുക്ക് ഓയിൽ മസാജിങ്ങിനെ പറ്റി ഒരു കഥ പോലെ മനസ്സിലാക്കിയാലോ. ശരീരത്തിനെ ഒരു ചെറിയ രാജ്യമായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു സ്മോൾ കിങ്ഡം. അതിനകത്ത് കുറേ അധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സിറ്റിസൺസ് ഉണ്ട്. ആരൊക്കെയാണോ സിറ്റിസൺസ്? മസിൽസ്, ബോൺസ്, സ്കിന്ന്, നെർവ്സ്, ബ്ലഡ്, ഇങ്ങനെ കുറേ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സിറ്റിസൺസ് ഉണ്ട്. ഇവർ രാവും പകലും വളരെ കഷ്ടപ്പെട്ടിട്ട് വർക്ക് ചെയ്യണു അവരുടെ രാജാവിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒബേ ചെയ്തുകൊണ്ട്. ഹെവി ലോഡ് എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട്, സ്ട്രെസ്, ഇമോഷൻസ്, ഇതെല്ലാം ചുമന്നുകൊണ്ടാണ് അവർ ഓരോ ദിവസം മുമ്പോട്ട് പോണത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇവർ വീക്ക് ആവാൻ തുടങ്ങും. വളരെയധികം ടയേർഡ് ആവും, വളരെയധികം എഫക്റ്റഡ് ആവും അവർ. അപ്പൊ എന്താ സംഭവിക്കുക? ഈ സിറ്റിസൺസിനകത്ത് മസിൽ എന്ന് പറയുന്ന സിറ്റിസൺ ഭയങ്കര ടയേർഡ് ആവും, ഭയങ്കര ടൈറ്റൻ ആവാൻ തുടങ്ങും. സ്കിൻ എന്ന് പറയുന്ന സിറ്റിസൺ രണ്ട് ഉണങ്ങി വിള്ളൽ വീഴാൻ തുടങ്ങും. ഓരോ ജോയിന്റ്സും ഒച്ചകൾ ഉണ്ടാക്കാൻ തുടങ്ങും. മനസ്സെന്ന് പറയുന്ന മൈൻഡ്, അത് നിറച്ച് വേണ്ടാത്ത കുറെ തോട്ട്സുകളായിട്ടായിരിക്കും മനസ്സ് നടക്കുന്നത്. നെർവ് ഹെൽത്ത് ആണെങ്കിൽ വളരെയധികം ടയേർഡായി തുടങ്ങും. ഇവരുടെ എല്ലാ കണ്ടീഷൻസും കണ്ട് പേടിച്ചിട്ട് സ്ലീപ്പ് എന്ന് പറയുന്ന സിറ്റിസൺ അവിടെ നിന്ന് നാട് വിട്ടു പോയി കളയും. ഇങ്ങനെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാം. ഇത് എളുപ്പത്തിൽ നമുക്ക് ശരീരത്തിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളെ പറ്റി മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നത്. ഈ ഒരു അവസ്ഥയിൽ രാജാവ് എന്ത് ചെയ്യും? ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി വേണ്ടേ? അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് അവിടെ ഒരു ഉപദേശി വരുന്നത്. ആ ഉപദേശി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അഭ്യംഗം എന്ന് പറയുന്ന ഉപദേശി. അതാണ് ഓയിൽ മസാജ്. ഓയിൽ മസാജ് വന്നിട്ട് പറയാം, ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. എങ്ങനെ? അദ്ദേഹത്തിന്റെ കയ്യിൽ കുറേ അധികം മാജിക്കൽ ഓയിൽസ് ഉണ്ട്, കുറേ അധികം മാജിക് എണ്ണകളുണ്ട്. അദ്ദേഹം അതുകൊണ്ട് വന്നിട്ട് പറയണു, ഈ ഒരു രാജ്യത്തിനെ നമുക്ക് നറിഷ് ചെയ്യണ്ടേ, എല്ലാ വേദനകളും മാറ്റണ്ടേ, സമാധാനം കൊണ്ടുവരണ്ടേ, ഇതിനെല്ലാമായിട്ട് അഭ്യംഗ എന്ന് പറയുന്ന ഈ ഒരു ഹീലർ അല്ലെങ്കിൽ ഒരു മസാജർ വന്നിട്ട് ചെറു ചൂടോടുള്ള എണ്ണ അങ്ങ് നല്ലോണം അപ്ലൈ ചെയ്യാൻ തുടങ്ങും. പിന്നെ സംഭവിക്കുന്ന മാജിക്കുകളാണ്. എന്തൊക്കെയാണ് സംഭവിക്കണത് നോക്കാം. ടൈറ്റായിട്ട് നിൽക്കുന്നതും ടയേർഡായിട്ട് നിൽക്കുന്ന മസിൽസ് വളരെ റിലാക്സ്ഡ് ആവാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങി. വരണ്ടുണങ്ങിയിരിക്കുന്ന സ്കിൻ ഈ എണ്ണ മുഴുവനും കുടിച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആവാനും തുടങ്ങി. ജോയിന്റ്സ് ഒക്കെ ഭയങ്കര സ്മൂത്തായി, പുതിയതായ ഓയിലൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്ത പുതിയ ഡോറ് പോലെ ഒരു ഒച്ചയില്ലാണ്ട് എല്ലാ ജോയിന്റ്സും വർക്ക് ചെയ്യാൻ തുടങ്ങി. നെർവ്സ് ഒക്കെ വളരെയധികം കാം ഡൗൺ ആയിട്ട്, ആങ്സൈറ്റി ഒക്കെ പറന്നുപോയി. ടോക്സിൻസ് ഒക്കെ ബാഗും പാക്ക് ചെയ്ത് സ്ഥലം വിട്ടു. ബ്ലഡും എനർജിയും ഒഴുകാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഉറക്കം തിരിച്ചെത്തിയ വഴിയെ നമ്മുടെ രാജ്യത്തിന്റെ രാജാവ്, അതായത് നമ്മൾ ഹാപ്പിയായി, സ്ട്രോങ്ങറായി, മോർ ആക്റ്റീവായി, മോർ ഫോക്കസ്ഡ് ആൻഡ് സെന്റേർഡായി. അപ്പൊ അഭ്യംഗ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓയിൽ മസാജ് സ്കിന്നിന്റെ സൗന്ദര്യത്തിനുള്ളത് മാത്രമല്ല. നമ്മൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തിനോട് പറയാണ്, ഐ എം ടേക്കിംഗ് കെയർ ഓഫ് യുവർ ബോഡി. ഞാൻ നിന്നെ ടേക്ക് കെയർ ചെയ്യാണ്, ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കാനായിട്ട്, ആരോഗ്യത്തോടെ ജീവിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്നാണ് നമ്മൾ ഓരോ ഓയിൽ മസാജിലും പറയുന്നത്. അങ്ങനെ ഓയിൽ മസാജ് ഒരു റോയൽ ട്രഡീഷൻ ആയിട്ട് മാറി. ഈ ഒരു സിമ്പിൾ ആക്ട് ഡെയിലി ചെയ്യുമ്പോൾ ബോഡിയെ ഹെൽത്തിയും മൈൻഡിനെ പീസ്ഫുൾ ആക്കാനായിട്ട് സഹായിക്കും. മോറൽ ഓഫ് ദ സ്റ്റോറി എന്താ? ഓയിൽ മസാജ് ഇസ് നോട്ട് ഓൺലി ഫോർ ദ സ്കിൻ കെയർ, പെയിൻ റിലീഫ്, ഡീടോക്സ്, ഡീപ്ലി നറിഷിംഗ് ദ എൻറ്റയർ ബോഡി.